ഒന്നും പറയാനില്ല. കാരണം പറയാനില്ലാഞ്ഞിട്ടല്ല, ഇപ്പൊ ഞാൻ അതിനെ പറ്റിയൊരു അവസരത്തിലല്ല. ഒത്തിരി തിരക്കിലാണ്. ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയാ, നമ്മുടെ കമ്പനിയുടെ ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു രാവിലെ മുതൽ അതിന്റെ തിരക്കിലാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒട്ടും സംസാരിക്കുന്നില്ല. എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് അതോടൊപ്പം എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി നമ്മുടെ ഷാജി സാറിനെ വളരെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, സന്തോഷത്തോടെ വെൽക്കം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സാർ. ശേഷം സാർ തന്നെ ക്ലോസ് ചെയ്തേക്കണം അവസാനം. ഒരു പക്ഷേ ഞാൻ തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, പക്ഷേ ഒരു പക്ഷേ തിരക്കിലായിരിക്കും. അതുകൊണ്ട് അവസാനം സാർ തന്നെ ക്ലോസ് ചെയ്തോളൂ. താങ്ക് യു വെരി മച്ച്. പ്ലീസ് വെൽക്കം സാർ, ഷാജി സാർ. താങ്ക് യു മുജീബ് സാർ, താങ്ക് യു. അല്പസമയം മുമ്പ് വരെ ഞാൻ മുജീബ് സാറിനോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം വലിയ തിരക്കിലാണ്. പക്ഷേ സാറിന് വലിയ നന്ദി അറിയിക്കുകയാണ്. കാരണം 100ാമത്തെ NRI ക്ലബ്ബ് മീറ്റിംഗ് ആണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഇത്രയും തിരക്കിനിടയിൽ പോലും കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട അസോസിയേറ്റ്സ് ഇതുപോലെയാണ് നമ്മൾ നമ്മുടെ സിസ്റ്റത്തോട് കാണിക്കേണ്ടത്. പ്രധാനമായും പ്രവാസികളായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ അവരുടെ ജീവിതത്തിൽ വലിയ ഒരു കാലഘട്ടമാണ് വിദേശത്ത് ചെലവഴിക്കുന്നത്. പല നിയമപ്രശ്നങ്ങളിലൂടെയും അവർ മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഇതുപോലൊരു വ്യക്തിയുമായി സംസാരിക്കേണ്ടി വന്നു. 50 വയസ്സിന് ശേഷം അവിടെ നിൽക്കാനുള്ള പ്രയാസവും, ഇത്രയും കാലം ജോലി ചെയ്തിട്ട് പോലും കുടുംബത്തെ ഒരു യഥാർത്ഥ ഒരു വിജയത്തിലേക്കോ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കോ എത്തിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ മാനസികാവസ്ഥ വളരെ വളരെ എന്താ പറയുക, അത്രയും വേദനാജനകമായ കാര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് ഇന്ന് മുജീബ് സാറും ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കമ്പനിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലൂടെ. ഓക്കെ, എന്തായാലും താങ്ക് യു മുജീബ് സാർ. അല്പസമയമെങ്കിലും നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അതുപോലെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ഒരു പുരുഷൻ്റെ അലറിക്കരച്ചിലുകളാണ് അദ്ദേഹത്തിൻ്റെ മൗനം എന്ന് പറയുന്നത്. പലപ്പോഴും കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വലിയ രീതിയിൽ കഷ്ടപ്പെടുന്ന ആളുകൾ പലപ്പോഴും സംസാരിക്കാൻ പോലും പറ്റാതെ വളരെ മൗനത്തോടെ നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട അസോസിയേറ്റ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഇത്തരത്തിൽ ഒരു കൂട്ടായ്മ കൂടിയിരുന്ന് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നത് ഇത്തരമൊരു കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. എല്ലാവരുടെയും പങ്കാളിത്തമാണ് നമുക്ക് ഇത്തരം പ്രോഗ്രാമുകൾ ചെയ്യാനും, അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും സേഫായ, ഏറ്റവും റിസ്ക് കുറഞ്ഞ ഒരു ബിസിനസ്സിലൂടെ എല്ലാ ആളുകൾക്കും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം ഒരുക്കി തന്നത് പേൾ വെയിൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു മഹാപ്രസ്ഥാനമാണ്. 2015 ഈ ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത ഡോക്ടർ ഡാനിയൽ ജോൺസൺ എന്ന് പറയുന്ന ആ മഹാനായ മനുഷ്യനെ നമുക്കെല്ലാവർക്കും വളരെ നന്ദിയോടുകൂടി ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മിക്കാം. അതുപോലെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് പൂർണ്ണമായും ഈ ഒരു സിസ്റ്റത്തെ വിശ്വസിച്ചുകൊണ്ട് തുടർച്ചയായി നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും കേരളത്തിൽ ഒരു തരംഗമായി ഇന്ന് മാറുവാൻ കാരണക്കാരായ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ലീഡേഴ്സിനെയും ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മൈസൂർ അശോകൻ സാർ, അതുപോലെ തന്നെ കണ്ണൻ സാർ, അങ്ങനെയുള്ള എല്ലാ ലീഡേഴ്സിനെയും അതുപോലെ തന്നെ വളരെ വലിയ അഭിനന്ദനം അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ കണ്ടു കാണും, മെറ്റാക്രാറ്റ് എന്ന് പറയുന്ന പദവിയിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട വളരെ 2 പ്രിയപ്പെട്ട ലീഡേഴ്സ്, ഒന്ന് അനിൽകുമാർ ദാസ് സാർ, അതുപോലെ തന്നെ നമ്മുടെ സുനീൽ സാർ. 2 പേരെയും എൻ്റെ വ്യക്തിപരമായും നമ്മുടെ സിസ്റ്റത്തിന് വേണ്ടിയും ഗ്രൂപ്പിന് വേണ്ടിയും ഞാൻ വളരെയേറെ അഭിനന്ദനം അറിയിക്കുകയാണ്.
മെറ്റാക്രാറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ പദവിയാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായി ഇന്ന് പറയുന്നില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് നാളെ നമ്മുടെ പ്രിയപ്പെട്ട മൈസൂർ അശോക് സാർ നമ്മുടെ മെറ്റാ ആർമി മീറ്റിങ്ങിൽ ശനിയാഴ്ച വളരെ വ്യക്തമായി പ്രതിപാദിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയാത്തത്. ആ ഒരു പദവിയിൽ എത്തിച്ചേരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലാണ് എത്തിച്ചേരുന്നത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇനി അങ്ങോട്ട് പ്രവർത്തിക്കേണ്ട രീതികൾ, അദ്ദേഹം കാണിക്കേണ്ട ഒരുപാട് കടമകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഒരിക്കലും വ്യക്തിനിഷ്ഠമായിട്ടല്ല, ഒരു ബൈലോ വെച്ചാണ്. അതുകൂടി ഞാൻ അറിയിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ ചർച്ച ചെയ്യാം. ഓക്കെ, ഇന്നൊരു അല്പസമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ഞാൻ സംസാരിച്ച് ആരെയും ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് നേരിട്ട് പ്ലാനിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞു, പേൾവെയിൻ ഇൻ്റർനാഷണൽ 2015 നവംബർ 28 ഈ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. 2018 ഇന്ത്യയിലേക്ക് പേൾവെയിൻ ഇൻ്റർനാഷണൽ എത്തിച്ചേർന്നു. 2025 വരെയാണ് നമ്മുടെ സിസ്റ്റം അതിൻ്റെ മുഴുവൻ രൂപത്തിലൂടെ നമുക്ക് മുന്നിൽ എത്തിച്ചേരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 6 പ്രൊജക്റ്റുകളാണ് പേൾവെയിൻ ഇൻ്റർനാഷണൽ അവതരിപ്പിക്കുന്നത്. ഇതൊരു വലിയ ഒരു മാറ്റത്തിനു വേണ്ടി തയ്യാറാക്കപ്പെട്ട ഒരു സിസ്റ്റമാണ് എന്ന് നമുക്ക് ഒട്ടനവധി മീറ്റിങ്ങിലൂടെ സഞ്ചരിച്ച ആളുകൾ എന്നുള്ള രീതിയിൽ നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് ലോകം വളരെയേറെ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി ഇന്ത്യയിലും നടന്നുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങൾ. നമ്മൾ പണ്ട് ആകാശ യുദ്ധങ്ങളെക്കുറിച്ചും ആകാശ മത്സരങ്ങളെക്കുറിച്ചും ഒക്കെ കഥകൾ കേട്ട ആളുകളാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് AI സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് ലോകം വലിയ മാറ്റത്തിലേക്ക് പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്ഡേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം അപ്ഡേറ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ നമ്മളെല്ലാവരും വളരെയേറെ പിന്നിലായി പോകും എന്നുള്ളത് ഒരു സത്യമാണ്. യഥാർത്ഥത്തിൽ പേൾവെയിൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനം ഏതോ ഒരു വ്യക്തി, നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ നമ്മളിലേക്ക് എത്തിച്ചത് കൊണ്ടാണ് ഇത്രയും വലിയ മാറ്റങ്ങൾക്കൊപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും പഠിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് കൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ഒരു അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട അപ്ലൈൻ, അവരെ ഞാൻ വളരെ നന്ദിയോടെ ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. അതുപോലെ തന്നെ ലോകത്തിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകൾക്കിടയിൽ നിന്ന് നന്നായി കേൾക്കാനും കാണാനും ഒക്കെ കഴിയുന്നൊരവസ്ഥയിൽ എനിക്ക് ജീവിക്കാൻ കഴിയുന്നതിന് ഞാൻ എൻ്റെ മാതാപിതാക്കളോടും എല്ലാവരോടും നന്ദിയുള്ളവരാകുന്നു. അപ്പം അങ്ങനെയുള്ള എല്ലാ സഹജീവികൾക്കു വേണ്ടിയും പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് പേൾവെയിൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം എന്നിലേക്ക് അർപ്പിച്ചു തന്ന ഉത്തരവാദിത്വം എന്നുള്ളത് കൊണ്ടുകൂടിയാണ് 4-4.5 വർഷക്കാലം വളരെ ആത്മാർത്ഥമായി എനിക്ക് ഇതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് എന്തൊക്കെ ഈ ഒരു മേഖലയിൽ ചെയ്യാൻ കഴിയുന്നുവോ ആ കാര്യങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. കാരണം ഒരു മനുഷ്യനാണ്, ഓരോ വ്യക്തിയും അവരുടെ മാനസികാവസ്ഥ അനുസരിച്ചാണ് ഓരോ കാര്യങ്ങളെയും വിലയിരുത്തുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ മറ്റുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാവണമെന്നില്ല സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻ്റെ ഭാഗത്ത് നിന്ന് പോരായ്മകളൊക്കെ സംഭവിക്കുന്നു എങ്കിൽ എല്ലാവരും സദയം ക്ഷമിക്കുക. ഇതിൻ്റെ പിന്നിൽ ഒരു നന്മ മാത്രമേ ഉള്ളൂ എന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഇവിടെ ആരും ലീഡേഴ്സോ അങ്ങനെയുള്ള ആളുകളോ ഒന്നുമില്ല. എല്ലാവരും ഓൺലി പാർട്ട്നേഴ്സാണ്. അതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് 156 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു മഹാപ്രസ്ഥാനത്തെ മനസ്സിലാക്കാൻ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ആളുകൾക്കും ഒരു വലിയ സുന്ദരമായ ഒരു ഭാവി, ഒരു ജീവിതം ഞാൻ ആശംസിക്കുകയാണ്. ഓക്കെ,
നമുക്കിവിടെ 6 പ്രൊജക്റ്റുകളാണ് സിസ്റ്റം നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു 6 പ്രൊജക്റ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 4 പ്രൊജക്റ്റുകൾ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. അതൊക്കെ സിസ്റ്റം അതിൻ്റെ രീതിയിൽ വളരെ ഭംഗിയായി മാറി വരുന്ന കാലത്തിനനുസരിച്ച് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. 2 പ്രൊജക്റ്റുകളാണ് വ്യക്തികൾ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഡിജിറ്റൽ ബാങ്കിങ് ആണ്. എന്താണ് ഡിജിറ്റൽ ബാങ്കിങ്? ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, കാരണം ഇന്ന് നമുക്ക് ഒരു 30 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ്. ഡിജിറ്റൽ കറൻസി ലോകത്തിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത് പേൾവെയിൻ ഇൻ്റർനാഷണലാണ്. ഡിജിറ്റൽ കറൻസി എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മളിപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പേപ്പർ കറൻസിയുടെ അതേ മൂല്യമുള്ള ഒരു ഇലക്ട്രോണിക് രൂപമാണ് ഡിജിറ്റൽ കറൻസി എന്ന് പറഞ്ഞാൽ. അത്തരത്തിലൊരു ഡിജിറ്റൽ കറൻസി നമ്മൾ ഉപയോഗിക്കേണ്ട സമയത്ത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാലറ്റുകൾ എന്ന് പറയുന്നത്. വാലറ്റ് എന്ന് പറയുന്നത് സാധാരണ സ്റ്റേബിൾ കറൻസികൾ നമ്മൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന പേഴ്സ് പോലെ തന്നെ ഇലക്ട്രോണിക് കറൻസികൾ കൈമാറാനും നമുക്ക് സൂക്ഷിക്കാനും ഹോൾഡ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ആ ഒരു സാങ്കേതിക വിദ്യയാണ് വാലറ്റ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്ന ആ ഒരു പുതിയ സമ്പത്തിൻ്റെ രൂപത്തിലേക്ക് എത്തുന്നത് ഒരു അനിവാര്യതയാണ്. കാരണം പണത്തിൻ്റെ രൂപമാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ പണമെന്ന് പറയുന്ന ആ ഒരു വാല്യൂ, ഊർജത്തെ കൈകാര്യം ചെയ്യുന്നത്. മാറ്റം എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും തുടർച്ചയായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഈ ഒരു മാറ്റത്തെ ഉൾക്കൊള്ളാനും അതിനെ പഠിക്കുവാനും തയ്യാറാവാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ വളരെയേറെ പ്രയാസമായിരിക്കും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ഇത്തരം പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും നേരിടേണ്ടി വന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അവർ ജീവിച്ചു വന്ന സാഹചര്യത്തിൽ കണ്ട് അവർ ഉൾക്കൊണ്ട കാര്യങ്ങളിൽ നിന്നും പുതിയ കാര്യത്തിലേക്ക് എത്തിച്ചേരാനുള്ളൊരു വൈമനസ്യം മിക്ക ആളുകളും പ്രകടിപ്പിക്കുന്നതായി നമുക്ക് അറിയാം. പക്ഷേ അവരോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്താൻ നമുക്ക് മുമ്പിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്താണ് ഇന്ന് ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വളരെ വ്യക്തമായി പഠിക്കുക. ആ പഠിച്ച കാര്യങ്ങൾ ഒരു കൂട്ടായ്മയിലൂടെ പരസ്പരം പങ്കുവെച്ചുകൊണ്ട്, മീറ്റിങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട്, ഫിസിക്കൽ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് കൂടുതൽ മനസ്സിലാക്കി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ഈ ഒരു സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയെടുത്തുകൊണ്ട് ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന ബോധതലത്തിലേക്ക് വളരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ നല്ല രീതിയിൽ വിജയിക്കാനും അതുപോലെ തന്നെ നമ്മുടെ കൂടെ വന്ന ഓരോ വ്യക്തിയെയും വിജയിപ്പിക്കുവാനുമുള്ള ഒരു പവർ നമുക്ക് ലഭിക്കുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, ഡിജിറ്റൽ കറൻസിയെക്കുറിച്ച് പറഞ്ഞു. നമുക്ക് ഇന്ത്യയിലെ റുപ്പിയെക്കുറിച്ച് അറിയാം. ഇവിടെ നമ്മുടെ സിസ്റ്റം ഡിജിറ്റൽ കറൻസിയിലൂടെ ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതൊരു സിസ്റ്റത്തിനെയും സംബന്ധിച്ച് കമ്മ്യൂണിറ്റി, കൂട്ടം, ആളുകൾ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ജനാർദ്ദൻ ബാബു സാർ വളരെ വ്യക്തമായി ഡിജിറ്റൽ കറൻസി, ഡിജിറ്റൽ ബാങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇവിടെ നമുക്കറിയാം ഡോളർ ബേസിൽ DP എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ഒരു വാലറ്റ് പർച്ചേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പേൾവെയിൻ ഇൻ്റർനാഷണലിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. മുഴുവൻ തുകയും അപ്പോൾ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട്, ആളുകളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, 85 ലക്ഷം കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇൻ്റർനാഷണൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. ഇവിടെ രണ്ടാമത്തെ പ്രൊജക്റ്റിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് പലപ്പോഴും പേൾവെയിൻ ഇൻ്റർനാഷണൽ മുന്നോട്ട് വെക്കുന്ന പേൾവെയിൻ ഇൻ്റർനാഷണൽ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയത്തെ ഒരു പക്ഷേ മുമ്പ് എങ്ങും കണ്ട് പരിചയിച്ചിട്ടില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയുടെ വീക്ഷണകോണിൽ നിന്നുകൊണ്ട്, അവരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വിലയിരുത്തുകയും കൃത്യമായി
മനസ്സിലാക്കാൻ കഴിയാതെ പോവുകയും ചെയ്തതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പല പാർട്ട്നേഴ്സും ഇതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട ഒരവസ്ഥ വന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പലപ്പോഴും ഒരുപാട് കോളുകൾ എനിക്ക് വരുന്നതാണ്, അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്നുണ്ടാവും. ഫീൽഡിൽ പോകുമ്പോഴും പല അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. പേൾബെയിൻ നമുക്കറിയാം, 2018 ഞാൻ ജോയിൻ ചെയ്തു, 2019 ജോയിൻ ചെയ്തു, എനിക്ക് വരുമാനമൊന്നും ലഭിച്ചിട്ടില്ല. ഈ രീതിയിലുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ഒത്തിരി കേൾക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത്, പേൾബെയിൻ ഇൻ്റർനാഷണൽ ഉദ്ദേശിച്ചത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ, കൃത്യമായ ഒരു പാറ്റേണിലൂടെ ഈ ഒരു സിസ്റ്റം മുന്നോട്ട് പോവുകയും കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യണം എന്നായിരുന്നു. ഇവിടെ നമുക്ക് 13 തരം വാലറ്റുകളാണ് പർച്ചേസ് ചെയ്യാൻ പറഞ്ഞത്. ആദ്യത്തെ വാലറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം രണ്ടാമത്തെ വാലറ്റ് പർച്ചേസ് ചെയ്യാൻ 3 പേരെ പരിചയപ്പെടുത്തി കോറലിലേക്ക് പോകുന്നു. പിന്നെ 6 പേരെ 5 പേരെയാണോ ഒരു സംശയമുണ്ട് ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് മൂന്നാമത്തെ ഒണിക്സ് റാങ്കിലേക്ക് പോകണം. ഇങ്ങനെ ആളുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് പേൾബെയിൻ നമ്മളോട് നിർദ്ദേശിച്ചത്. പക്ഷേ നമ്മുടെ ആളുകൾ അവിടെ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സ്വന്തം പണം കൊടുത്തുകൊണ്ട് വാലറ്റ് പർച്ചേസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയും ലോകത്തിലാദ്യമായി അവതരിപ്പിച്ച ഓട്ടോപോൾ എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു ഭാഗത്തെ മാത്രം കോട്ട് ചെയ്തുകൊണ്ട് 2250 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേൾ എന്ന് പറയുന്ന വാലറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം 8 ഇൻസ്റ്റാൾമെൻറ്റായി 32 ലക്ഷം രൂപയാണ് തരിക എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു കാര്യത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി. അതിൻ്റെ ഭാഗമായി ഒരു ലോങ് വിഷനിലൂടെ സഞ്ചരിക്കുന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റത്തിനെ സംബന്ധിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സമയത്തുണ്ടാവുന്ന ഇത്തരം ചില കാര്യങ്ങൾ ലൂടെ പോകേണ്ടി വന്നപ്പോൾ സിസ്റ്റം പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ പ്രൊജക്റ്റിലേക്ക് കടക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. നമുക്കറിയാം, നമ്മുടെ സിസ്റ്റം പലപ്പോഴും വലിയ വലിയ അപ്ഡേഷനുകളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു കാരണം എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ വലിയ വലിയ ലക്ഷ്യങ്ങളാണ്. ഈ ഒരു അവസരത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നിയമപരമായ ചില കാര്യങ്ങളും ഒക്കെ ചേർന്നാണ് സിസ്റ്റം രണ്ടാമത്തെ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് പെട്ടെന്ന് തന്നെ കടന്നു പോയത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നും പേൾബെയിൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സിസ്റ്റം ഒരു വ്യക്തിയെയും നിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കിയാൽ, ഈ ഒരു ആശയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു ആശയത്തെ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ട് കടന്നു വന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പാർട്ട്നേഴ്സും, അതായത് ഞാനും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളും നമുക്ക് ഇഷ്ടമായതുകൊണ്ട് മറ്റുള്ളവരോട് അവർ പഠിച്ച രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് ഈ സിസ്റ്റം ഇന്ന് കാണുന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തികൾ എങ്ങനെയാണോ ഈ ഒരു സിസ്റ്റത്തെ മനസ്സിലാക്കിയത് അതിനനുസരിച്ചാണ് ഇത് പ്രൊമോട്ട് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്നുവരെ നമ്മൾ കണ്ട് നമുക്കൊരു മറ്റൊന്നിനോടും താരതമ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് പേൾബെയിൻ ഇൻ്റർനാഷണൽ. മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിങ്ങോ അങ്ങനെ ടാർജറ്റോ ടെറിറ്ററിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പ്രൊജക്റ്റ്. അപ്പോൾ ആ ഒരു വിലയിരുത്തലിൻ്റെ ഭാഗമായാണ് നമ്മുടെ പല പാർട്ട്നേഴ്സും ഇതിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. പക്ഷേ സിസ്റ്റത്തെ സംബന്ധിച്ച് ഈ 55 ലക്ഷം ആളുകളിൽ ഇന്ന് ഏകദേശം 2.5 ലക്ഷം ആളുകൾ മാത്രമാണ് PVC മെറ്റ പ്രോഗ്രാമിലൂടെ മുന്നോട്ട് പോകുന്നുള്ളൂ. ബാക്കിയുള്ള ആളുകൾ ഇന്നും സിസ്റ്റത്തിന് പുറത്താണുള്ളത്. പക്ഷേ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സിസ്റ്റത്തിലേക്ക് വന്ന എല്ലാ ആളുകളുടെയും ഡാറ്റാസ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ കയ്യിലുണ്ട്. വളരെയേറെ സൂക്ഷിച്ച് വെക്കുന്ന ഒന്നാണത്. സിസ്റ്റത്തിന് ഈ പറയുന്ന എല്ലാ ആളുകളും ഇതിൻ്റെ ഭാഗമായി മാറണം എന്നുള്ളത് സിസ്റ്റത്തിൻ്റെ വിഷനാണ്. അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാരണത്താൽ പുറത്തു നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പാർട്ട്നേഴ്സ് ഇതിൻ്റെ അകത്തേക്ക് കടന്നു വരാനുള്ള രീതിയിൽ സിസ്റ്റം അപ്ഡേഷൻ കഴിഞ്ഞാൽ വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ വന്നാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക വിപ്ലവങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി നമ്മൾ മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത്. ഡിജിറ്റൽ ബാങ്കിങ്ങിന് ശേഷം ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ പ്രോഗ്രാമിലൂടെയാണ് നമ്മളിപ്പോൾ എല്ലാവരും കടന്നു പോകുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് വളരെ സിമ്പിളായ 2-3 സ്റ്റെപ്പുകളാണ് നമ്മളിവിടെ
ചെയ്യാനുള്ളൂ. വളരെ സിമ്പിളാണ്. നമുക്ക് ഒരു വലിയ ഒരു എഫേർട്ടൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ അത് മാത്രമല്ല, മറ്റ് സിസ്റ്റങ്ങളെ അപേക്ഷിച്ച് ഇവിടെ നമുക്ക് എന്താണ് ഒരു സാധ്യത? ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എങ്ങനെയാണോ ഈ സിസ്റ്റത്തിൻ്റെ കൂടെ മുന്നോട്ട് പോകാൻ കഴിയുക, അതിനനുസരിച്ച് നമുക്ക് ഇതുമായി മുമ്പോട്ട് പോകാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. മറ്റൊരു സിസ്റ്റത്തിലും നമുക്കതിന് കഴിയില്ല. നമുക്കൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവുമല്ലോ. അതിന് പ്രത്യേകമായൊരു നിയമ സംഹിതകളുണ്ട്. അതുമായി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നമുക്കതിനെ കുറിച്ച് പറഞ്ഞു തരുന്ന ഇതിൻ്റെ ആളുകളുണ്ടാവാം, കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ഉണ്ടാവാം. അതിനനുസരിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പക്ഷേ പേൾവെയിനെ സംബന്ധിച്ച് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ബാങ്കിങ് സിസ്റ്റത്തിലൂടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ബാങ്കിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലോകത്തിൽ പണമാണ് മനുഷ്യനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ എല്ലാ ജീവിത ചക്രങ്ങളെയും നിയന്ത്രിക്കുന്ന ഒന്ന് എന്നുള്ളത്. ഫിനാൻഷ്യൽ പ്രോബ്ലം മനുഷ്യനെ വലിയ രീതിയിൽ പല തെറ്റുകളിലേക്കും അല്ലെങ്കിൽ അരാജക ജീവിതത്തിലേക്കും കൊണ്ടെത്തിക്കുന്ന ഈ ഒരു അവസരത്തിൽ പേൾവെയിൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ സാധാരണ ബാങ്കിങ് മെത്തേഡിൽ നടക്കുന്ന അതേ രീതി തന്നെയാണ്. പക്ഷേ രണ്ടും വളരെയേറെ ഡിഫറൻ്റാണ്. ആ ഒരു വ്യത്യസ്തതയാണ് നമ്മളെല്ലാവരും പഠിക്കേണ്ടത്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ 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 എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട രവികുമാർ സാർ പറയുന്നത് പോലെ ക്ലിക്ക് 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 3 ക്ലിക്കിൽ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം എന്ന് മാത്രം. ഓക്കെ, സാധാരണ നമ്മുടെ നാട്ടിലുള്ള ബാങ്കിൽ നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന അതേ രീതിയെ ആണ് ഇവിടെ സീഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സീഡ് ഫണ്ടിങ് നമ്മളെല്ലായ്പ്പോഴും കേൾക്കുന്ന ഒന്നാണ്. പക്ഷേ നമ്മൾ പുതിയൊരു വ്യക്തിയോട് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് സീഡ് ഫണ്ടിങ് ഇതുവരെ കേൾക്കാത്ത ഒരു വാക്കാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സീഡ് ഫണ്ടിങ് നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു രീതിയാണ്. സാധാരണ നമുക്കറിയാം, നമ്മുടെ ബാങ്കിൽ ഏകദേശം 1500 2000 രൂപയൊക്കെ ഇപ്പോൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ വേണ്ടി വരും. ഇവിടെ നമുക്ക് സിസ്റ്റത്തിൽ നമ്മുടെ PVC മെറ്റ മൾട്ടിപർപ്പസ് NFT ടോക്കൺ 1000 ടോക്കൺ വാങ്ങി ഹോൾഡ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. അതുപോലെ രണ്ടാമത്തെ ഭാഗമാണ് ടോക്കൺ ഫാമിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ബാങ്കിൽ നമ്മൾ ചെയ്യുന്നത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് അത്യാവശ്യമാണെങ്കിൽ നമുക്ക് ലോണ്, EMI, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ബാങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതിന് പറയുന്ന ഒരു പേരാണ് നമ്മുടെ സിസ്റ്റത്തിൽ ടോക്കൺ ഫാമിംഗ് എന്ന് പറയുന്നത്. ഇതും നമ്മൾ ആളുകളിലേക്ക് പോകുന്ന സംബന്ധിച്ച് അവർക്ക് പുതിയ വാക്കുകളാണ്. ഇതും നമ്മൾ അവരുടെ ശ്രദ്ധയിൽ നിന്ന് പെടുത്തുക. ഈ 2 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായി ഒന്ന് മനസ്സിലാക്കുക. ഈ 2 കാര്യത്തിന് ഇടയിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്, അവിടെയാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ചോദ്യത്തിൻ്റെ ഉത്തരം നിൽക്കുന്നത്. നമുക്ക് ചുറ്റും തകർച്ചകളുടെ കഥകൾ എല്ലാ മീറ്റിങ്ങിലും നമ്മൾ പറയുന്നതാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പറയാം. ഓരോ പ്രൊജക്റ്റും തകർന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇതിനെക്കുറിച്ച് അറിയാത്ത വ്യക്തികൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഒരു ഫിനാൻഷ്യൽ പ്രോഗ്രാം തകർന്നു പോകുന്നത്? അതിനെയാണ് സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് നമ്മളെപ്പോഴും പറയുന്നത്. വളരെ വ്യക്തമായി ഓർമ്മിക്കുക, സെൻട്രലൈസ്ഡ് സിസ്റ്റം. സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് സാമ്പത്തിക മേഖലയിൽ മാത്രമല്ല, നമ്മൾ ഇന്ന് കണ്ട് പരിചയപ്പെട്ട എല്ലാ മേഖലകളും നിയന്ത്രിക്കുന്നത് ആ ഒരു സിസ്റ്റമാണ്. അർത്ഥം ഇത്രയേ ഉള്ളൂ, എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് കസ്റ്റമർക്കും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്കും ഇടയിൽ ഒരു വ്യക്തി, മൂന്നാമത്തെ ഒരു വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. മൂന്നാമത്തെ ഒരു അതോറിറ്റി എന്ന് പറയാം. ഇപ്പോൾ ബാങ്കിലായി കഴിഞ്ഞാൽ പോലും നമുക്കതിൻ്റെ ഡയറക്ടർ ബോർഡ് ഉണ്ടാവും, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളായിരിക്കാം, രാജ്യങ്ങളായിരിക്കാം, CEO, പാർട്ട്ണർമാർ, അങ്ങനെ ഒരുപാട് ആളുകൾ. അവരാണ് ആ ഒരു സബ്ജക്റ്റിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത്. ആ എടുക്കുന്ന ഒരു തീരുമാനത്തിൽ എന്തെങ്കിലും ഒരു പോരായ്മ സംഭവിച്ചു പോയാൽ ആ ഒരു സിസ്റ്റം തകരാനുള്ളൊരു സാധ്യത എപ്പോഴും നിലനിൽക്കുന്നു, ഇനിയും ഉണ്ടാവും. ഇതാണ് സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത്. താരതമ്യേന സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു വെല്ലുവിളി നേരിടേണ്ടി വരുന്ന സമയത്ത് നമുക്കറിയാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ പണം കൈകാര്യം ചെയ്യുന്ന
മേഖലകളിൽ ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്ന ആശയത്തിലേക്ക് ആളുകൾ എത്തിച്ചേർന്നത്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്ന ഡെഫി എന്ന് പറയുന്ന പുതിയ ആശയത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് ഇന്നത്തെ പുതിയ സാങ്കേതിക വിദ്യയുമായി കോട്ട് ചെയ്താണ് സംഭവിക്കുന്നത്. പുതിയ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ, അതുപോലെ തന്നെ ക്രിപ്റ്റോഗ്രാഫി, ആ രീതിയിലുള്ള പുതിയ കാര്യങ്ങളിലൂടെ മർജ് ചെയ്തുകൊണ്ടാണ് ഡെഫി ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് ഒക്കെ ആരംഭിക്കുന്നത്. ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഈ ഒരു നൂതന ടെക്നോളജി സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിൽ മാത്രമല്ല ഉപയോഗിക്കുന്നത് എന്ന് നമ്മളെല്ലാവരും വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ പ്രതിരോധ മേഖലയിലും എല്ലാ മേഖലകളിലും ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ആണ് ഇപ്പോൾ പ്രൊമോട്ട്